കെ.പി. ശർമ്മ ഓലി ചൈനയിൽ SCO മീറ്റിംഗിൽ പങ്കെടുത്ത് തിരിച്ചെത്തി ഇന്ത്യയിലേക്ക് തിരിക്കുന്നതിന് മുൻപ് നടന്ന അട്ടിമറിയാണിത്. ആ കാര്യവും കൂടി ചേർത്ത് വായിക്കണം. പലരും പറയുന്നു ചൈനയാണ് ഇതിന് പിന്നിൽ കളിച്ചത്, ചിലരെങ്കിലും പറഞ്ഞു ഇന്ത്യയാണ് ഇതിന് പിന്നിൽ കളിച്ചത്. കാരണം ഇന്ത്യ ഒരു രാജഭരണം തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ചങ്ങാതിയായ നേപ്പാളി കോൺഗ്രസിൻ്റെ നേതാവ് പിന്നെ അവരോധിക്കാനായുള്ള ശ്രമമാണ്. ഇതെല്ലാം പല പല ഫാൻസി തിയറീസ് വരുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഒരു അരാഷ്ട്രീയവാദം അവിടെയുണ്ട്. രാഷ്ട്രീയ പ്രക്രിയയെ അരാഷ്ട്രീയവാദം കൊണ്ട്, സോഷ്യൽ മീഡിയ ഒരു പൊളിറ്റിക്കൽ വെപ്പണല്ല, ഒരു സോഷ്യോ കൾച്ചറൽ ആൻഡ് ഇക്കണോമിക് വെപ്പണായിട്ട് വേണം അതിനെ കാണാൻ. അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സിൻ്റെ കൺവെൻഷണൽ മോഡല് അട്ടിമറിച്ചുകൊണ്ട് ഒരു അരാജക അവസ്ഥയിലേക്ക് രാജ്യത്തെ തള്ളിവിടുക വഴി ആ മേഖലയാകെ അസ്ഥിരമാക്കാനുള്ള കുൽസിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ?